വെക്കേഷൻ ആയിട്ട് എന്താ പരിപാടി? വെറുതെ എടുക്ക? കളിച്ചാൻ പോകണില്ലേ? വൈകുന്നേരം പോവാം. ഞാൻ കൂടെ ചോദിക്കട്ടെ, നിങ്ങളൊന്ന് കളിച്ചാൻ പോകുമ്പോഴേ പിന്നെ നിങ്ങളമ്മമാരെ എപ്പോഴും കൂടെ വരാൻ പറയില്ലേ? 6 മണി 6:30. എന്നിട്ട് എപ്പോഴാ നിങ്ങള് വരല്ലേ? ഇത് എപ്പോഴാ വരല്ലേ? ഞാന് ഒരു 6:45. ജോ കൊടുത്തേണ്ട് ജോ അരി നേരത്തെ ജോ കൈയിട്ട് എന്നോട് പറയല വരാൻ പറയല എപ്പോഴാ? 6 മണി 6:30. വാങ്ങ കൊടുക്കുന്നതിന് മുമ്പേ അല്ലേ? അതെന്തിനാ അങ്ങനെ പറയണേ? നിസ്കരിച്ചാൻ വരാൻ. എവിടേക്ക്? പള്ളിയേക്ക് വരാന്. അപ്പൊ നിങ്ങൾ എന്താണ്ട് വൈകിട്ട് വരണേ? കളിന്റെ ആ ഒരു രസത്തിൽ അങ്ങനെ പോകും അല്ലേ? ഒക്കെ പാടെ കഴിയുമ്പത്തേക്ക്. അപ്പൊ അതിന് അവിടുന്ന് ഗ്രൗണ്ടിൽ നിന്ന് കഴിക്കല്? എവിടെ ഗ്രൗണ്ട്? അവിടെ ഇവിടുത്തെ ഗ്രൗണ്ടെന്നോ? ആ അത് ശരി. അപ്പേ പിന്നെ അപ്പൊ ഉമ്മാര് പറയുന്നൊരു കാര്യമില്ലേ അവിടെ നേരത്തെ വരണം എന്നുള്ളത്? അപ്പൊ അനുസരണായോ അവിടെ? എന്താപ്പോ അനുസരണ കേടായി മാറി അല്ലേ? പിന്നെ മാത്രല്ല നിങ്ങൾ കളിച്ചാൻ പോക്കില്ലേ? സത്യത്തിൽ നിങ്ങൾ എന്തിനാ കളിക്കാൻ പോണം? എന്തിനാ? പാമ്പിട്ട് ശരീരത്തിന് എന്താ എന്താ മെച്ചെന്താ പറഞ്ഞ? ഒരു കളിച്ചാൻ പോണോണ്ട് നമുക്കൊരു എനർജി കിട്ടൂലേ? പിന്നെ ആ എനർജി കിട്ടുന്നില്ലേ? അപ്പൊ ശരീരത്തിന് എന്താ തോന്നപ്പോ? ഉറപ്പാ? അന്ന് രാത്രി കിടക്കുമ്പോഴോ കാലുവേദന ഉണ്ടാവും. അത് ഫസ്റ്റ് ദിവസമല്ലേ ഉണ്ടാവുള്ളൂ, കുറച്ച് ദിവസമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ മാറൂലേ? ആ അപ്പോ പിന്നെ നിങ്ങള് കളിക്കാൻ പോകുമ്പോഴേ ഇപ്പൊ നിങ്ങള് ശരീരത്തിന്റെ ഒരു ആരോഗ്യം മാത്രല്ലേ നിങ്ങൾ പറയണുള്ളൂ? നിങ്ങൾ കൈമന്ന് കൂലിട്ടുന്നൊരു കാര്യം പറഞ്ഞുതരട്ടെ. കളിച്ചാൻ പോണോണ്ട് നിങ്ങൾക്ക് കൂലിട്ടുന്ന ഒരു കാര്യമുണ്ട്. പഠിച്ചോരത്ത് നിങ്ങൾ കളിക്കാൻ പോണോണ്ട് നിങ്ങൾക്ക് കൂലിട്ടും. എങ്ങനെയാ അറിയോ? പറയ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മളെ നിയ്യത്ത് എന്താണോ അതേമാതിരി ആക്കണമെന്നാണ്. ഇപ്പോൾ നിങ്ങൾ കളിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ നിയ്യത്ത് എന്താ കാരണം? മനസ്സിലെന്താ കരുതല്? ഓ ഗോൾ അടിച്ച അല്ല, ഇനിയിപ്പോൾ അതുകൊണ്ടുള്ള ഉപകാരം എന്താ നിങ്ങൾ കരുതല്? ശരീരം കൊണ്ട്. അതായത് ഇപ്പൊ എന്തിനാ സത്യം പറഞ്ഞാൽ കളിക്കാൻ പോണം? എന്തിനാ? ഉന്മേഷത്തിനല്ലേ? അപ്പൊ ശരീരത്തിന് ഉന്മേഷം കിട്ടണില്ലേ? എന്ന പോലെ തന്നെ നമ്മൾ നീയത്ത് വെച്ചാല്, ഒരു നീയത്തുണ്ട്, ആ നീയത്ത് വെച്ചാല് ഈ കളിക്കാൻ പോണേന് നമുക്ക് വേറൊരു സംഭവം കൂടി പറിച്ചുവരുന്ന കൂടി കൂലിട്ടും. അങ്ങനെ അറിയാം? ആർക്കറിയാം? നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നീയത്ത് നന്നാക്കുക. എങ്ങനെ? എൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം, ഇത് എനിക്ക് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് ശരീരത്തിന് ആരോഗ്യം അത്യാവശ്യമാണ്, വേണ്ടേ? ആ ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കളിക്കാൻ പോണു എന്നുള്ളൊരു നീയത്ത് വെച്ചാൽ ആ കളിക്കും കൂടി എന്തായി അപ്പം ഒരു കൂലിട്ടാണ്. പടച്ച റബ്ബ കളിക്കാൻ പോണതിന് കൂടെ കൂലി എടുക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ നീയത്ത് വെച്ച് നമ്മൾ പോവുക. നേരത്തെ പരമാവധി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുമ്പ് കളി നിർത്തി നിസ്കരിക്കാൻ വേണ്ടി വരാൻ നോക്കുക. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ വാപ്പയും അല്ലേ, പടച്ചോ നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആര്? നമ്മുടെ വാപ്പയും. ഉമ്മാനെ വാപ്പാനെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഇതെന്താ പറയാ? നോക്കി വളർത്തി അല്ലേ? നമുക്ക് എല്ലാം ചെയ്തു തരുന്ന ഇതാണ്. എന്നോട് പറഞ്ഞാൽ എന്താ പറയാ? ഉമ്മാനെ വാപ്പാനെ കുറിച്ചാണ് ഇത് പറയണെങ്കിൽ. നമുക്ക് ഭക്ഷണം തരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് പറയാൻ എന്താ? പിന്നെ നമ്മൾ വേണ്ട രൂപത്തിലൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഉമ്മയും വാപ്പയും എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്തു തരുന്നുണ്ട് അല്ലേ? എന്നാലേ നമ്മള് ദുനിയാവിൽ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം നിങ്ങൾക്ക് അറിയോ? ഇവിടെ ജീവിക്കുന്നതിന്റെ ലക്ഷ്യം എന്താ? ആർക്കറിയോ? നിങ്ങൾക്കറിയോ? എന്താണ്? അതായത് പടച്ചോന്റെ കൂലിട്ടണം അല്ലേ? അത് അതന്നെ. എന്താണ്? സ്വർഗത്തേക്ക് പോകണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ആ സ്വർഗം നമുക്ക് നമ്മൾ കുറേ നിസ്കരിച്ചു, കുറേ മറ്റ് ഇബാദത്തുകളൊക്കെ ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ആ സ്വർഗം നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെടും. അതെങ്ങനെ? ഇനി ഒരു മനുഷ്യന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു, തെറ്റുകളൊന്നുമില്ല, പക്ഷെ നമുക്ക് അപ്പോഴും നരക കിട്ടുന്നത്. അതേതാ കാര്യം എന്നറിയോ? കളവ് മാത്രമല്ല,
അത് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞ നിയത്ത്. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ ഉമ്മയും വാപ്പയും നമുക്ക് ചെയ്തു തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മളിങ്ങനെ പറഞ്ഞു അല്ലേ, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്. പക്ഷെ അങ്ങനെ അറിയോ, റസൂലുള്ള പറഞ്ഞൊരു ഹദീത്ത് ഉണ്ട്, ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ പുറമെ തന്നെ ഈ സ്വർഗത്തിലേക്ക് എത്താനുള്ള 2 വഴികളുണ്ട്. അതൊന്ന് ഉമ്മയാണ്, ഒന്ന് വാപ്പയാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി നമ്മൾ അടച്ചാൽ എന്തായി? സ്വർഗം കിട്ടുമോ? ഇല്ല. പിന്നെ ഏതാ തുറക്കുക? നമുക്ക് നരകത്തിന്റെ ഏതെങ്കിലും വാതിൽ തുറക്കും. അപ്പൊ ഏതാ തുറക്കുക? പിന്നെ നരകത്തിന്റെ വാതില തുറക്കുക. അപ്പൊ ഒന്ന് ആലോചിച്ചോക്കാം നിങ്ങൾ, നമ്മള് റസൂൽ പണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചൊരു ഹദീസ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അൽ ജന്നത്ത് തഹ്ത അഖദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിലാണ്. അത് ഓർമ്മല്ലേ എനിക്ക്? എന്നാൽ ആ സ്വർഗത്തിന് അതിന്റെ അർത്ഥം എന്താ? ഉമ്മാന്റെ കാലിനൊഴി നോക്കിയ സ്വർഗം കാണുന്ന അർത്ഥം എന്താ? ഇമ്മാന്റെ പൊരുത്തം കിട്ടുക, ഉമ്മയെ സ്നേഹിക്കുക, ഉമ്മക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് അല്ലെ, ഉമ്മ പറഞ്ഞ അനുസരിക്കുക എന്നുള്ളതാണ്. എന്ന് ഞാൻ പറഞ്ഞുതരാം, ആ സ്വർഗത്തേക്ക് കയറാനുള്ള വാതിലാരാ? പാപ്പ. അപ്പൊ വാതില് തുറക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പാപ്പാനെ സ്നേഹിക്കണം. സ്വർഗത്ത് കയറണം എന്നുണ്ടെങ്കിൽ വാതിൽ തുറക്കണ്ടേ? അപ്പൊ വാതിലാരാ? വാപ്പയാണ്. അപ്പൊ വാപ്പാനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഉമ്മാനെ മാത്രം സ്നേഹിച്ചാൽ മതിയോ? ഇല്ല. ചില ആൾക്കാർ ഉമ്മാട് ഭയങ്കര സ്നേഹിക്കണം, വാപ്പാനോടൊന്നും ഉണ്ടാവില്ല, സ്നേഹം ഉണ്ടാവില്ല. പക്ഷെ ഉമ്മാനെ സ്നേഹിക്കണം, വാപ്പാനെ സ്നേഹിക്കണം. അപ്പോൾ ഉമ്മാനെ സ്നേഹിക്കൽ കൂടുതൽ എങ്ങനെയാണ്? എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുക? ഉമ്മ പറഞ്ഞ കേൾക്കലാണ്. അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ സംഭവം ഉമ്മ പറഞ്ഞ കേൾക്കുന്നുണ്ടോ അവിടെ? ഇല്ലല്ലോ. അത് വലിയൊരു പാടാണ്. ഇപ്പൊ നമ്മൾ ചെയ്താലേ വലുതാകുമ്പോ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പഴയ കാലത്ത് ഉമ്മാരൊക്കെ പറഞ്ഞൊരു ചെല്ലുണ്ട്, പഴഞ്ചെല്ലുണ്ട്. എന്നു വെച്ചാല് നമ്മൾ ചെറുപ്പത്തിൽ ചെയ്യുന്ന കാര്യം ചുടല വരെ എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ മരിക്കുന്നത് വരെ ചെറുപ്പത്തിൽ എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ കാര്യങ്ങൾ തന്നെ എന്താവും നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ ഈ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഇപ്പൊ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മള് കളിക്ക് പോലും അല്ലാഹുത്താല കൂലി നൽകും. എന്ത് ചെയ്താൽ മതി? എന്റെ നീയത്ത് നന്നാക്കിയാൽ മതി. എന്താ നീയത്ത്? നീയത്ത് എന്താ? ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയ ശരീരത്തിന് ആരോഗ്യം വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കളിക്കുന്നു നീയത്ത് വെക്കുക. രണ്ടാമത്തെ എന്താ പറഞ്ഞത്? സ്വർഗം കിട്ടാനുള്ള ഒരു കാര്യമാണ് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ അവൻ്റെ വാപ്പാനെയും ഉമ്മാനെയും ഇടങ്ങാറാക്കാൻ പാടില്ല. ഇടങ്ങാറാക്കിയാൽ എവിടെ കിടക്കൂല എന്നാണ്? അള്ളാഹിൻ്റെ സ്വർഗത്തിൽ കിടക്കൂല എന്നാണ്. അപ്പോൾ ദുനിയാവിൽ നമ്മൾ ജീവിക്കണം തന്നെ സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മൾ മരിച്ചു പോകും അല്ലേ? മരിച്ചു പോയാൽ നമുക്ക് ചിലപ്പോൾ സ്വർഗം, നമുക്ക് നരകം. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കണം എന്ത് കിട്ടാനാ? അപ്പോൾ സ്വർഗത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കാതെ സ്വർഗം കിട്ടുമോ? നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ വേണ്ട രൂപത്തിൽ പഠിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് ആ മാർക്ക് കിട്ടുമോ? ആരെങ്കിലും നമുക്ക് വെറുതെ മാർക്ക് തരുമോ? ഇല്ല. പക്ഷേ അത് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെയാണ് സ്വർഗ്ഗമാണ് അവിടുത്തെ ഏറ്റവും വലിയ റിസൾട്ട് അല്ലേ? അപ്പോൾ ആ റിസൾട്ട് ശരിയാവണമെന്നുണ്ടെങ്കിൽ, ജയിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇവിടെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം, ഇമ്മാനെ അനുസരിക്കണം, വാപ്പാനെ അനുസരിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഇത് ചെയ്യുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ? നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ നമുക്ക് സ്വർഗം കിട്ടുള്ളൂ അല്ലേ? അപ്പം ഉമ്മാനെ അനുസരിക്കുക, വാപ്പാനെ അനുസരിക്കുക, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉമ്മാനെയും വാപ്പാനെയും അനുസരിക്കുന്ന ഒരു കാര്യം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് 2 കാര്യങ്ങൾ പഠിച്ചു. ഇത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് വേണം. ഒന്ന് വാപ്പാനെയും ഉമ്മാനെ അനുസരിക്കുക എന്നുള്ളതാണ്. 2, ഇന്ന് നമ്മൾ കളിക്കാൻ പോകും. ഒന്ന് കളിച്ചാൻ പോണില്ലേ? നിങ്ങൾ എത്ര മണിക്ക് ഇവിടുന്ന് പോക്കപ്പളാ? അസർ വാങ്ങുകൊടുത്താ പോവും. നിസ്കാരം കഴിഞ്ഞിട്ട് പോകും. ആയിക്കോട്ടെ. 4:30 സമയത്ത് കുറച്ച് നേരത്തെ പോവാ. നിസ്കാരം കഴിഞ്ഞ ഉടനെ പോവാ. എന്നിട്ട് കുറച്ച് നല്ല സമയത്ത് കളിക്കുക. കളിച്ചു കഴിഞ്ഞ് വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് പരമാവധി കയറാൻ നോക്കണം. മനസ്സിലായോ? എന്നിട്ട് എന്ത് ചെയ്യണം? നിസ്കാരം ഇത് മഗ്‌രിബിന്റെ സമയം, അത് ആ ഒരു സമയത്തുള്ള മഗ്‌രിബ് നമ്മൾ കുറേയാണ്ട് കൊണ്ടുപോകാൻ പാടില്ല. സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇശാ വരെ എന്നിട്ട് കൊണ്ടുപോകാൻ പാടില്ല. അത് നമ്മൾ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. ഇപ്പൊ നമ്മളെ പള്ളിക്ക് കണ്ടിട്ടില്ലേ, പെട്ടെന്ന് എന്താവും നിസ്കരിക്കലുണ്ട് മഗ്‌രിബ്. ചിലപ്പോൾ ളുഹർ കുറച്ചൊരു 10 മിനിറ്റ് 15 മിനിറ്റ് വൈക്കും. അസുർ അങ്ങനെ വൈകിപ്പിക്കും.
മഗ്‌രിബ് അങ്ങനെ ആക്കലുണ്ടോ? ഇശാവും വൈകിപ്പിക്കും, സുബഹിയും വൈകിപ്പിക്കും അല്ലേ? കുറച്ച് സമയം കഴിയും. മഗ്‌രിബ് പെട്ടെന്ന് നിസ്കരിക്കണം എന്തുകൊണ്ടാണ്? അത് പെട്ടെന്ന് നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. അപ്പൊ നമ്മളതിങ്ങനെ ഗ്രൗണ്ടിൽ കൂടി അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ സമയം നമ്മൾ കളയാൻ പാടില്ല. കാരണം ഏറ്റവും പവറുള്ള സമയമാണ് ആ സമയങ്ങളൊക്കെ. സമയത്തിന് ചില സമയങ്ങൾക്ക് നല്ല മഹത്വമുണ്ട്, ചില സമയങ്ങൾക്ക് മഹത്വം കുറവുള്ളതുകൊണ്ട്, ദിവസങ്ങളും ഉണ്ട് അങ്ങനെ, മാസങ്ങളും ഉണ്ട് അങ്ങനെ ഒക്കെ ഉണ്ട്. മനസ്സിലായ? അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം, നമ്മൾ ജീവിതത്തിൽ പകർത്തും വേണം അല്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യുക പറഞ്ഞാണ്? ഇന്ന് എങ്ങനെയൊക്കെ നമ്മൾ കളിച്ചാൻ പോകും, നമ്മളെ നീയത്ത് നന്നാക്കും, ഉമ്മ പറയണത് നമ്മൾ കേൾക്കും അല്ലേ? അപ്പം ഇനി മുതൽ ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാവണം അല്ലേ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.